ഹലോ ഫ്രണ്ട്സ്, ട്രാൻസ്ഫോർമർ എന്നതിൻ്റെ ചില പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അതിനുവേണ്ടി ട്രാൻസ്ഫോർമറിൻ്റെ ഘടന, ട്രാൻസ്ഫോർമറിൻ്റെ തത്വം എന്നിവയെല്ലാം പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഇവിടെ ട്രാൻസ്ഫോർമറിൻ്റെ തത്വം എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി ട്രാൻസ്ഫോർമറിൻ്റെ ഘടന, ട്രാൻസ്ഫോർമറിൻ്റെ ഉപയോഗം, അതെല്ലാം നമുക്കൊന്ന് നോക്കാം. ട്രാൻസ്ഫോർമർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? AC വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനുമാണ് ട്രാൻസ്ഫോർമർ ഉപയോഗിക്കുന്നത്. രണ്ട് തരം ട്രാൻസ്ഫോർമർ ഉണ്ട്. ഏതെല്ലാം? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. ഏതാ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ? ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ. ഇത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. അപ്പം എന്താ ഇവയുടെ ഘടനയിലുള്ള വ്യത്യാസം എന്ന് നോക്കാം നമുക്ക്. അപ്പം അതിനായി ട്രാൻസ്ഫോർമറിന് രണ്ട് കോയിലുകൾ ഉണ്ട്. ഇതാണ് ഇൻപുട്ട്. ട്രാൻസ്ഫോർമറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്ന ഭാഗമാണ് ഇൻപുട്ട്. ഇത് പ്രൈമറി കോയിൽ എന്നറിയപ്പെടുന്നു. ഇതാണ് ഔട്ട്പുട്ട്, അതായത് ട്രാൻസ്ഫോർമറിൽ നിന്നും വോൾട്ടേജ് പുറത്തേക്ക് വരുന്ന ഭാഗമാണ് ഔട്ട്പുട്ട്. ഇത് സെക്കൻഡറി കോയിൽ എന്നറിയപ്പെടുന്നു. സ്റ്റെപ്പ് ഡൗണിനും അതുപോലെ തന്നെയാണ്. പ്രൈമറി കോയിൽ, സെക്കൻഡറി കോയിൽ. ഇനി ഇതിലെ ചുറ്റുകളുടെ എണ്ണവും വോൾട്ടേജും തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കാം. ചുറ്റുകളുടെ എണ്ണം കുറഞ്ഞാൽ വോൾട്ടേജ് കുറയും. ചുറ്റുകളുടെ എണ്ണം കൂടിയാലോ വോൾട്ടേജും കൂടും. അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം, പ്രൈമറിയിൽ കുറവ് ചുറ്റുകളേ ഉള്ളൂ. അതേസമയം സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതലാണ്. അപ്പം എങ്ങനെയായിരിക്കും വോൾട്ടേജ് വരുന്നത്? പ്രൈമറിയിൽ വോൾട്ടേജ് കുറവും സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലുമാണ്. ചുറ്റുകളുടെ എണ്ണത്തിന് അനുപാതത്തിലാണ് വോൾട്ടേജ്. ചുറ്റുകളുടെ എണ്ണം കൂടിയാൽ വോൾട്ടേജും കൂടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രൈമറിയിലെ കുറഞ്ഞ വോൾട്ടേജിനെ കൂടിയ വോൾട്ടേജ് ആക്കി മാറ്റി തരികയാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ചെയ്യുന്നത്. അതായത് എന്താണ് ചെയ്യുന്നത് ഒന്നുകൂടി പറയാം. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ കുറഞ്ഞ വോൾട്ടേജ് കൂടിയ വോൾട്ടേജ് ആക്കി മാറ്റുന്നു. സ്റ്റെപ്പ് ഡൗൺ എങ്ങനെയായിരിക്കും? സ്റ്റെപ്പ് ഡൗൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കൂടിയ വോൾട്ടേജിനെ കുറഞ്ഞ വോൾട്ടേജ് ആക്കി മാറ്റുന്നതിന് സ്റ്റെപ്പ് ഡൗൺ ഉപയോഗിക്കുന്നു. അപ്പൊ ഇവിടെ സ്റ്റെപ്പ് ഡൗണിന് പ്രൈമറി കോയിലിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതലാണ്. അതായത് ഇൻപുട്ടിന്റെ ഭാഗത്ത് വോൾട്ടേജ് കൂടുതലും നമുക്ക് പുറത്തേക്ക് ലഭിക്കുന്ന വോൾട്ടേജ് കുറവുമാണ്. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിൽ ഇൻപുട്ടിൽ വോൾട്ടേജ് കൂടുതലും ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കുറവുമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ട്രാൻസ്ഫോർമറിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി ഇതിന് കുറച്ച് സിംബൽസ് പരിചയപ്പെടാനുണ്ട്. നമുക്കതിൻ്റെ സിംബൽസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ഞാനിവിടെ എഴുതിയിട്ടുണ്ട് NP, NS, VP, VS, IP, IS. അപ്പോൾ ഇവ എന്താണെന്ന് നോക്കി നോക്കാം. P സൂചിപ്പിക്കുന്നത് പ്രൈമറിനെയാണ്, S സെക്കൻഡറി. P പ്രൈമറി, S സെക്കൻഡറി. N എന്തായിരിക്കും? നമ്പർ ഓഫ് ടേൺസ്. N എന്ന് കണ്ടാൽ തന്നെ അറിയാം, നമ്പർ ഓഫ് ടേൺസ് ആണ്. V വോൾട്ടേജ്, I കറന്റ്. അങ്ങനെയാണെങ്കിൽ NP എന്തായിരിക്കും? നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. പ്രൈമറി ചുറ്റുകളുടെ എണ്ണമാണ് NP. NS അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ഈ സിമ്പിൾ കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും. S സെക്കൻഡറി, നമ്പർ ഓഫ് ടേൺസ്. സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണമാണ് NS. VP എന്താവും? ഈ സിമ്പിൾ കണ്ടാൽ പറയാം എന്താവും? പ്രൈമറി വോൾട്ടേജ്. പ്രൈമറി വോൾട്ടേജ് ആണ് VP. ഇതോ VS ഓ? സെക്കൻഡറി വോൾട്ടേജ്. IP പ്രൈമറി കറന്റ്. IS സെക്കൻഡറി കറന്റ്. ഇനി ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ട്രാൻസ്ഫോർമറിന്റെ ഒരു സമവാക്യം നമുക്ക് പഠിക്കാനുണ്ട്. ഇതാണ് ഇവിടെ സമവാക്യം കൊടുത്തിട്ടുള്ളത്. നോക്കി നോക്കൂ. VS by VP equal to NS by NP equal to IP by IS.
എന്തായിരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. VS by VP ഈക്വൽ ടു NS by NP എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചുറ്റുകളുടെ എണ്ണത്തിന് ആനുപാതികമാണ് വോൾട്ടേജ്. അതായത് ചുറ്റുകളുടെ എണ്ണവും വോൾട്ടേജും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ? ചുറ്റുകളുടെ എണ്ണം കൂടിയാൽ വോൾട്ടേജും കൂടും. ചുറ്റുകളുടെ എണ്ണം കുറഞ്ഞാൽ വോൾട്ടേജും കുറയും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോക്കി നോക്കൂ, നമുക്കിത് എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇവിടെ മുകൾ ഭാഗത്ത് S കൊടുത്തിരിക്കുന്നു. N എന്ന് എഴുതുന്നോടത്തും മുകൾ ഭാഗത്ത് S തന്നെയാണ്. P അടിഭാഗത്തും PN. അപ്പോൾ ഒരേപോലെ വരുന്നത് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, നേർ അനുപാതത്തിലാണ്. VS by VP ഈക്വൽ ടു NS by NP. പക്ഷെ അതുപോലെയല്ല കറണ്ട് നോക്കി നോക്കൂ. ചുറ്റുകളുടെ എണ്ണം കൂടിയാൽ കറണ്ട് കുറയാണ്. ചുറ്റുകളുടെ എണ്ണം കുറഞ്ഞ ഭാഗത്ത് കറണ്ട് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വോൾട്ടേജിനോടും, വോൾട്ടേജ് കൂടിയ ഭാഗത്ത് കറണ്ട് കുറവായിരിക്കും. വോൾട്ടേജ് കുറഞ്ഞ ഭാഗത്ത് കറണ്ട് കൂടുതലായിരിക്കും. അപ്പൊ നമുക്കത് ഈ സമവാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. കറണ്ട് വരുമ്പോൾ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ നോക്കി നോക്കൂ, VS-ഉം NS നോക്കി കണ്ടോ മുകൾ ഭാഗത്ത്. അതേസമയം കറണ്ട് വന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? തിരിച്ചാണ് അല്ലെ? P ആണ് മുകളിൽ എഴുതിയത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. കറണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് ശ്രദ്ധിക്കുക. വോൾട്ടേജ് കൂടുന്തോറും കറണ്ട് കുറയാണ് ചെയ്യുന്നത്. വോൾട്ടേജ് കുറയും തോറും കറണ്ട് കൂടാണ് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. വോൾട്ടേജ് പോലെ തന്നെ ചുറ്റുകളുടെ എണ്ണം കൂടിയാൽ കറണ്ട് കുറയും. ചുറ്റുകളുടെ എണ്ണം കുറഞ്ഞാൽ കറണ്ട് കൂടും. ഇനി ട്രാൻസ്ഫോമറിന്റെ പ്രോബ്ലംസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കാര്യം കൂടി നമുക്ക് ആവശ്യമുണ്ട്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പ്രൈമറി പവർ ഈക്വൽ ടു സെക്കൻഡറി പവർ. ഒരു ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും നമുക്ക് പഠിക്കാനുള്ളത്? പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും തുല്യമായിരിക്കും. പ്രൈമറി പവർ എന്നതിന് എന്താ സിമ്പൽ എഴുതുക? പ്രൈമറി പവർ എന്നതിന് എന്താണ്? പവർ V into I ആണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അത്. പവർ V into I. അപ്പൊ പ്രൈമറി പവർ എന്നതിന് നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും? VP IP ഈക്വൽ ടു സെക്കൻഡറി പവർ എന്നതിന് VS IS. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? VP IP ഈക്വൽ ടു VS IS. അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള ഇക്വേഷൻസും നന്നായി പഠിച്ചു കഴിഞ്ഞാൽ, ഈ കാര്യങ്ങളും അറിയാമെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ എല്ലാ പ്രോബ്ലംസും നമുക്ക് ഈസി ആയി ചെയ്യാൻ കഴിയും. നമുക്ക് ഓരോ പ്രോബ്ലംസ് ആയി നോക്കാം. ആദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് നോക്കി നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നോക്കി നോക്കാം. ഫോർ എ ട്രാൻസ്ഫോർമർ NP ഈക്വൽ ടു 500 എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രൈമറി നമ്പർ ഓഫ് ടേൺസ്, പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണമാണ് 500. NS തന്നിട്ടുണ്ട് 2500 ആണ്. അതായത് സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി ആണ് 2500. VP 10 ആണ്. VP എന്തായിരിക്കും? പ്രൈമറി വോൾട്ടേജ് ഈക്വൽ ടു 10. സെക്കൻഡറി വോൾട്ടേജ് അറിയില്ല. ഈ ഭാഗമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് നമുക്ക് ചെയ്യാൻ നോക്കി നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണോ എന്നൊന്ന് കണ്ടുപിടിക്കാം. അത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ? അപ്പൊ അതൊന്ന് നോക്കിയാലോ. എങ്ങനെ നോക്കുക? സെക്കൻഡറിയിലെ കാര്യം നോക്കുക. സെക്കൻഡറിയിലെ കാര്യം നോക്കിയാൽ മതി. സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അത് ഏതുതരം ട്രാൻസ്ഫോമർ ആണ്? സ്റ്റെപ്പ് അപ്പ്. സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം കുറഞ്ഞാണെങ്കിലോ സ്റ്റെപ്പ് ഡൗൺ ആണ്. ഇപ്പോൾ ഇവിടെ സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതലാണ്. ഏതിനെ അപേക്ഷിച്ച്? പ്രൈമറിയെ അപേക്ഷിച്ച്. ഇത് രണ്ടും നോക്കുക. ഇത് നമുക്ക് നമ്പർ ഓഫ് ടേൺസ് ആണ് തന്നിട്ടുള്ളത് 2 എണ്ണം. അപ്പൊ ഇവിടെ നോക്കി നോക്കുക ഇത് എങ്ങനെയാണെന്ന്. നമ്പർ ഓഫ് ടേൺസ് തമ്മിൽ കമ്പയർ ചെയ്യാം. പ്രൈമറിയെ അപേക്ഷിച്ച് സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് കൂടുതലായതുകൊണ്ട്, സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ഇത് ഏതുതരം ട്രാൻസ്ഫോമർ ആണെന്ന് പറയാം? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്.
ഇനി ഇതിൽ വി എസ് കണ്ടുപിടിക്കണം അല്ലേ? വി എസ് കണ്ടുപിടിക്കാൻ നോക്കിയാലോ? വി എസ് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ആ ഇക്വേഷൻ, ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻ ഒന്ന് എഴുതണം. അപ്പൊ എങ്ങനെ എഴുതാമെന്ന് നോക്കി നോക്കാം. വി എസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അപ്പൊ ആദ്യം തന്നെ വി എസ് എഴുതാം. വി എസ് ബൈ വി പി ഈക്വൽ ടു എന്ത് എഴുതണം? വി എസ് ബൈ വി പി നമ്മളിവിടെ എഴുതി കഴിഞ്ഞല്ലോ. ഇനി എന്ത് എഴുതേണ്ടി വരും? ഇപ്പുറത്തെ സൈഡില് എൻ എസ് ബൈ എൻ പി എന്ന് എഴുതാം. വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി എന്നതാണ് നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻ. ഇതിൽ നിന്നും നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അത് ഇവിടെ മുകൾ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. നോക്കൂ, കണ്ടുപിടിക്കേണ്ട ഭാഗം ഈ സൈഡില് മുകൾ ഭാഗത്ത് തന്നെ നമ്മൾ അങ്ങോട്ട് എഴുതി വെക്കുക. ഈ ഇക്വേഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചു മറിച്ച് എഴുതിയാൽ ഒന്നും ഒരു കുഴപ്പമില്ല. എന്ത് കാര്യം ആലോചിച്ചാൽ മതി? വിയും എന്നും ചേർന്നുള്ള ഇക്വേഷൻ വരുമ്പോൾ എസ് മുകൾ ഭാഗത്താണെങ്കിൽ രണ്ട് ഭാഗത്തും എസ് തന്നെ, അടിയിൽ രണ്ടും പി തന്നെ. അതൊന്ന് ആലോചിച്ചാൽ മാത്രം മതി. ഇക്വേഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ച് തിരിച്ചൊക്കെ എഴുതാമൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അങ്ങനെ ഇക്വേഷൻ മുഴുവനായി കാണാൻ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. മുകൾ ഭാഗത്ത് എസ് ആണെങ്കിൽ ഇവിടെയും എസ് തന്നെയാന്ന് ആലോചിക്കുക, വിയും എന്നും വരുന്ന സമയങ്ങളിൽ. അപ്പോൾ ഇവിടെ നമുക്ക് വി എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വി എസ് അവിടെ നിർത്താം. ബാക്കി ഉള്ള ഭാഗങ്ങളൊക്കെ ഇക്വേഷന്റെ അടുത്ത സൈഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതി നോക്കിയാലോ? വി എസ് ഈക്വൽ ടു എന്ത് എഴുതാം? വി പി അടുത്ത സൈഡിലേക്ക് കൊണ്ടുപോകണം അല്ലേ? ഈ വി പി ഇവിടെ ഉള്ളത് എങ്ങോട്ട് കൊണ്ടുപോകണം? ഇങ്ങോട്ട് കൊണ്ടുപോകണം. എങ്ങോട്ട് അത് പോയാൽ വരാം? ഡിവൈഡഡ് ബൈ വി പി എന്നുള്ളത് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? ഇൻറ്റു വി പി എന്നാവും. അതായത് ഇവിടെ മുകൾ ഭാഗത്തായിട്ട് എന്ത് എഴുതുക? ഇവിടെ അടിയിലുള്ള ഈ സംഖ്യ ഇവിടെ മുകൾ ഭാഗത്തായിട്ടാണ് വരിക. അപ്പോൾ നോക്കി നോക്കൂ, എന്താ എഴുതുക? ഇക്വേഷൻ എഴുതാൻ നോക്കി നോക്കൂ. വി എസ് ഈക്വൽ ടു എന്ത് എഴുതാം? എൻ എസ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ എൻ എസ് അതുപോലെ എഴുതാം. എൻ എസ് ഇൻറ്റു എൻ എസ് ഇൻറ്റു ഇതെന്താ? വി പി. വി പി എൻ എസ് ഇൻറ്റു വി പി ബൈ എൻ പി. എൻ എസ് ഇൻറ്റു വി പി ബൈ എൻ പി ഈക്വൽ ടു എന്ത് വരും ഇക്വേഷൻ? ബാക്കി എന്താവും വരാ? ഈക്വൽ ടു. ഇനി ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ നോക്കിയിട്ട് വാല്യൂസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ എന്താ ചെയ്യാൻ പറ്റാമെന്ന് നോക്കി നോക്കാം. അപ്പൊ നോക്കി നോക്കാം, എൻ എസ് എത്രയുണ്ട്? 2500 ഇൻറ്റു എൻ വി പി എത്രയുണ്ട്? വി പി 10 ബൈ എൻ പി എത്രയുണ്ട് നോക്കി നോക്കൂ. എൻ പി 500. ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്താലോ? സീറോസ് ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ? സീറോസ് ക്യാൻസൽ ചെയ്യാം. ഇനി 25 5 എത്ര പ്രാവശ്യം പോവും? 25 ബൈ 5 എത്ര വരാ? 25 ബൈ 5 എത്രയാ? 5. 25 എത്ര പ്രാവശ്യം പോവും? 5 പ്രാവശ്യം അല്ലേ? 5 × 5 അല്ലേ 25. അപ്പോൾ 25 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 5 എന്ന് വരും. നമുക്ക് ആൻസർ ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ 5 ഉണ്ട്. 5 ഇൻറ്റു അടുത്ത 10 കൂടി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ 10 എഴുതാം. അപ്പൊ 5 × 10 എത്ര വരും? 50 വോൾട്ട്. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പൊ ഇവിടെ വോൾട്ടേജ് ആണ് നമുക്കുള്ളത്. ഇവിടെ നോക്കി നോക്കൂ, വോൾട്ടേജ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് യൂണിറ്റ് എന്തെന്നെ എഴുതണം? വോൾട്ട് എന്ന് എഴുതാം. അപ്പൊ എന്തൊക്കെയാ ചെയ്തതെന്ന് നോക്കി നോക്കാം. വി എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വി എസ് അപ്പൊ വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി എന്ന് എഴുതി. വി എസ് ഈക്വൽ ടു എൻ എസ് കണ്ടോ ഇവിടെ ഉണ്ട്. എൻ എസ് ഇൻറ്റു വി പി. ഈ വി പി ഇവിടെ കൊണ്ടുപോയി എഴുതിയാൽ മതി. എൻ എസ് ഇൻറ്റു വി പി ബൈ എൻ പി. ഇനി ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, നമുക്ക് ആൻസർ കിട്ടിക്കോളും. യൂണിറ്റും എഴുതാൻ മറക്കരുത്. ഇതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ? ഇനി നമ്മൾക്ക് സ്വയം ഒന്നുകൂടി ഒന്ന് സ്പീഡായിട്ടൊന്ന് ചെയ്ത് നോക്കിയാലോ? നോക്കി നോക്കാം. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. ഫോർ എ ട്രാൻസ്ഫോമർ വി പി ഈക്വൽ ടു 100 വോൾട്ട്, വി എസ് 25, എൻ എസ് 800, എൻ പി അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതറിയില്ല. അപ്പൊ അതിന് തന്നെ ഇത് സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ നോക്കാം. എങ്ങനെ നോക്കും?
വോൾട്ടേജ് ആണ് ഇവിടെ രണ്ടും തന്നിട്ടുള്ളത് അല്ലേ. ഇവിടെ ചുറ്റുകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നോക്കണ്ട, വോൾട്ടേജ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് നോക്കി നോക്കൂ, എന്താ തന്നിട്ടുള്ളതെന്ന്. സെക്കൻഡറി നോക്കി നോക്കാം. സെക്കൻഡറിയിൽ പ്രൈമറിയെ അപേക്ഷിച്ച് കൂടുതലാണോ കുറവാണോ, സെക്കൻഡറിയിൽ കുറവാണോ കൂടുതലാണോ നോക്കിയാൽ മതി. ഇത് 100 ഉണ്ട്, 25 ഉള്ളൂ. ഇപ്പം ഏതാ കുറവ്? സെക്കൻഡറിയിൽ കുറവാണ് വോൾട്ടേജ് അല്ലേ. പ്രൈമറിയിലെ അപേക്ഷിച്ച് സെക്കൻഡറി വോൾട്ടേജ് കുറവാണ്. സെക്കൻഡറി വോൾട്ടേജ് കുറവാണെങ്കിൽ വോൾട്ടേജ് താഴുകയാണ് ചെയ്യുന്നത്. വോൾട്ടേജ് താഴ്ത്തുന്ന തരം ട്രാൻസ്ഫോമർ ഏതാണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമർ. അപ്പം ഇങ്ങനെ ഒരു ഡാറ്റ തന്നു കഴിഞ്ഞാൽ ഡാറ്റ നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണോ എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി ഇതിൽ NP ആണ് കണ്ടെത്തേണ്ടത്. അപ്പം എങ്ങനെ ഇക്വേഷൻ എഴുതാം? കണ്ടെത്തേണ്ട കാര്യം എന്താണോ അത് ആദ്യം എഴുതാൻ നോക്കാം. ഞാനിവിടെ എഴുതുന്നുണ്ട് NP, അതാണ് കണ്ടെത്തേണ്ടത്. അപ്പം അത് ഞാൻ ആദ്യം എഴുതി. NP/NS = ഇനി ഇപ്പുറത്തെ സൈഡിൽ വോൾട്ടേജ് ആണല്ലേ എഴുതേണ്ടത്. വോൾട്ടേജ് എങ്ങനെ എഴുതും? ഇവിടെ മുകളിൽ P വന്നപ്പോൾ വോൾട്ടേജിലും എന്തെന്നെ എഴുതാം? P എന്ന് എഴുതാം /VS. ഇപ്പൊ പഠിച്ചല്ലോ. ഇപ്പൊ മുകൾ ഭാഗത്ത് രണ്ട് ഭാഗത്തും P ആയില്ലേ, അടിയിൽ രണ്ടും S. അപ്പൊ അത് ശരിയായി. അപ്പൊ തിരിച്ചു മറിച്ച് എഴുതിയോണ്ടൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് ഒരു ചേഞ്ചും ഇക്വേഷനിൽ വരാൻ പോണില്ല. സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്ക് ഇതാണ് ഇക്വേഷൻ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. എന്താണോ കണ്ടുപിടിക്കേണ്ടത് അത് ആദ്യം എഴുതാം. NP, എന്നിട്ട് ബാക്കി ഭാഗം നമുക്കറിയാലോ. NPയുടെ അടിയിൽ എന്താ വരാ? NP/ എന്താ വരാ? NS = ഇവിടെ NP ആയതുകൊണ്ട് ഇവിടെ എന്ത് എഴുതണം? VP/VS. ഇക്വേഷൻ ഒന്ന് എഴുതാൻ പഠിച്ചാൽ മാത്രം മതി. മറ്റെല്ലാ സ്റ്റെപ്പുകളും നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ ഇതില് എന്താ ഇനി കണ്ടുപിടിക്കേണ്ടത് നോക്കി നോക്കൂ. കണ്ടുപിടിക്കേണ്ട കാര്യം എന്താ? NP ആണ്. അപ്പൊ NP = എന്തെന്ന് എഴുതാൻ കഴിയും നോക്കി നോക്കൂ. NP = അപ്പൊ NP = NS ഇവിടെ വേണ്ട അല്ലെ. NS ഇപ്പത്തെ സൈഡിലേക്ക് പോകുന്നു. അപ്പൊ എന്ത് വരും? VP ഇവിടെ ഉണ്ട്. ഈ NS ഇവിടെ എഴുതാം. VP × NS/VS. അപ്പൊ ഞാൻ എഴുതാൻ പോവാണ്. നോക്കി നോക്കൂ എങ്ങനെ എഴുതണേന്ന്. VP × NS അപ്പുറത്ത് കൊണ്ടുപോയി NS/NS/VS എഴുതിയിട്ടുണ്ട്. അപ്പൊ നോക്കിക്കോ, VS NS എന്നാണ് കേട്ടോ അത്. അപ്പൊ എങ്ങനെ എഴുതാം? NPയുടെ ഇക്വേഷൻ കിട്ടി. NP = VP × NS/VS എന്ന് ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കിയാലോ. NP = അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? ഇക്വേഷന് വാല്യൂസ് കൊടുക്കാം. VP എത്രയുണ്ട്? VP ഇവിടെ നോക്കി നോക്കൂ. VP എത്രയുണ്ട്? ഈ VPക്ക് വാല്യൂ എഴുതണ്ടേ. VP എത്രയുണ്ട്? 100. അപ്പൊ VP 100 × NS എത്രയുണ്ട്? ഇത് NS ആണ് കേട്ടോ. ഇത് NS ആണ് കേട്ടോ. NS ആണിത്. NS/VS എന്നാണിത്. NS എത്രയുണ്ട് നോക്കി നോക്കൂ. NS എത്രയുണ്ട്? 800 ഉണ്ട് അല്ലേ. അപ്പൊ ×800/VS എത്രയുണ്ട് നോക്കി നോക്കൂ. VS 25 ആണല്ലേ. അപ്പൊ 25 എന്ന് എഴുതാം. = ഇവിടെ നോക്കി നോക്കൂ. എങ്ങനെയത് സോൾവ് ചെയ്യാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാ? നമ്മളിങ്ങനെ ഗുണിച്ച് ഒരുപാട്, പിന്നെ ഹരിച്ച്, ഇത് രണ്ടും കൂടി ഗുണിച്ച്, പിന്നെ 25 കൊണ്ട് ഹരിച്ച് അങ്ങനെ ചെയ്യാം. 100 × 800/25 അങ്ങനെ ചെയ്യാം. പക്ഷെ എളുപ്പത്തിൽ എങ്ങനെയാണോ ചെയ്യാൻ കഴിയുക അതല്ലേ കൂടുതൽ നല്ലത്. അപ്പൊ എങ്ങനെ ചെയ്യാം? 100/25 നമുക്ക് ചെയ്യാലോ. എളുപ്പത്തിൽ ചെയ്യാലോ. 100ൽ എത്ര പ്രാവശ്യം 25 പോവും? എത്രയാണ്? 25 × 4 അല്ലേ 100. അപ്പൊ 100ൽ എത്ര പ്രാവശ്യം 25 പോകുന്നുണ്ട്? 4 പ്രാവശ്യം. നമുക്ക് നേരിട്ട് ഇവിടെ തന്നെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. 100ൽ 25 എത്ര പ്രാവശ്യം പോകുന്നുണ്ട്? 4 പ്രാവശ്യം പോകുന്നുണ്ട്. 100ൽ 25. അപ്പൊ 4 എന്നിവിടെ എഴുതാം. ഇവിടെ നോക്കി നോക്കൂ. ×4 എത്ര വരുന്നുണ്ട് ഇവിടെ? 800 നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. 4 × 800 അവിടെയുണ്ട്. അപ്പൊ എന്തെന്ന് എഴുതാം? 4 × 800 എന്ന് വരും. = എത്രയാ? 4 × 800 എത്രയാ വരാ? 4 × 8 എത്രയാണ്? 32. പിന്നെ ഈ 2 സീറോസും കൂടി അവിടെ ഉണ്ട് അല്ലേ. അപ്പൊ 2 സീറോസും കൂടി എഴുതും.
അപ്പോൾ 3200 എന്ന ആൻസർ കിട്ടും. അതായത് 3200 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി ഇതിന് യൂണിറ്റ് എഴുതണം. നമുക്ക് വോൾട്ടേജ് നമ്മൾ നേരത്തെ വോൾട്ട് എന്ന യൂണിറ്റ് എഴുതി. ഇതിപ്പോൾ നമ്പർ ഓഫ് ടേൺസ് അല്ലേ, നോക്കി നോക്കൂ. നമ്പർ ഓഫ് ടേൺസ് ആണ് കണ്ടുപിടിക്കുന്നത്, n ആണ്. നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുമ്പോൾ അത് നമ്പറാണ്. നമ്പറിന് പിന്നെ യൂണിറ്റ് വേണോ? യൂണിറ്റ് ആവശ്യമില്ല. അപ്പം നമുക്കിത് യൂണിറ്റ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ആൻസർ കിട്ടിക്കഴിഞ്ഞു 3200. അപ്പം ഇതേപോലെ ഏത് പ്രോബ്ലം വന്നാലും നമുക്ക് ചെയ്യാനായിട്ട് കഴിയണം. ഇതുപോലെ കുറേ പ്രോബ്ലംസ് ചെയ്ത് നോക്കി നോക്കാം. ഇനി അടുത്തതായിട്ട് ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഇത് നേരത്തെ തന്ന പോലെയല്ല, വലിയ രീതിയിൽ ഇക്വേഷൻ സെന്റൻസ് ആയിട്ടാണ് നമ്മൾ ചോദ്യം എഴുതിയിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് നമുക്ക് എങ്ങനെ VP VS അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതാമെന്ന് നോക്കി നോക്കാം. നമുക്ക് ആദ്യം തന്നെ ചോദ്യം ഒന്ന് വായിച്ചാലോ. ദ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് എ ട്രാൻസ്ഫോർമർ ഈസ് 240 വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ട്രാൻസ്ഫോർമറിന്റെ ഇൻപുട്ട് വോൾട്ടേജ് എത്രയാണ്? 240 വോൾട്ട് ആണ്. മലയാളത്തിൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു ട്രാൻസ്ഫോർമറിന്റെ ഇൻപുട്ട് വോൾട്ടേജ് 240 വോൾട്ട്, 240 വോൾട്ട്. There are 80 turns in the secondary coil. സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണമാണ് എത്ര? 80. And 800 turns in primary coil. പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണമാണ് 800. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ ട്രാൻസ്ഫോർമർ? ട്രാൻസ്ഫോർമറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കണ്ടെത്തണം. നമുക്ക് തന്നിട്ടുണ്ട് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി വോൾട്ടേജ് ആണ് 240. സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണമാണ് 80. പ്രൈമറി ചുറ്റുകളുടെ എണ്ണമാണ്, പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് ആണ് 800. എന്ത് കണ്ടുപിടിക്കണം? ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ട്രാൻസ്ഫോർമർ കണ്ടെത്തണം. അപ്പം എങ്ങനെ കണ്ടെത്താം? നമ്മൾ ഇങ്ങനെ ചോദ്യം വായിച്ചിട്ട് ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ നമുക്ക് ഉത്തരം കണ്ടെത്താനായി കഴിയില്ല. നമ്മൾ എങ്ങനെ എഴുതണം? ഇതേപോലെ വാല്യൂസ് നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ടാവണം. എന്നാലേ ഇതിന് ആൻസർ കണ്ടെത്താനായിട്ട് കഴിയുള്ളൂ. നമ്മൾ സിമ്പിളൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെ എഴുതാലോ. എങ്ങനെ എഴുതാൻ പറ്റും? ഒന്ന് വായിച്ച് നോക്കിയേ. ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈമറി വോൾട്ടേജ്. അതായത് പ്രൈമറി വോൾട്ടേജ് കൊണ്ട് കാണിച്ചുള്ളത് VP, പ്രൈമറി വോൾട്ടേജ് ഈക്വൽ ടു 240 എഴുതാൻ പറ്റുമല്ലോ. ഇനി നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി കോയിൽ 80 ആണ്. അതെങ്ങനെ എഴുതാ? നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി എങ്ങനെ എഴുതാ? NS ഈക്വൽ ടു 80. നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി കോയിൽ ആണ് 800. അപ്പൊ എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി NP, പ്രൈമറി നമ്പർ ഓഫ് ടേൺസ്, പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? 800. എന്ത് കണ്ടുപിടിക്കണം? ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ട്രാൻസ്ഫോർമർ. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡറി വോൾട്ടേജ്. ഔട്ട്പുട്ട് സെക്കൻഡറി ആണ് കേട്ടോ. സെക്കൻഡറി ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കണം. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ പ്രൈമറി ആണ്, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ആണ്. അപ്പോൾ VS കണ്ടുപിടിക്കാം. ഇനി എങ്ങനെ വേഗം ചെയ്യാലോ? VS എങ്ങനെ കണ്ടുപിടിക്കാന്ന്? എങ്ങനെ ആദ്യം തന്നെ ഇക്വേഷൻ എഴുതണം വേണ്ടേ? ഇപ്പം എന്താ ഇക്വേഷൻ എഴുതാ? VS അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ VS ബൈ VP ഈക്വൽ ടു ഇപ്പുറത്ത് എന്ത് എഴുതാം? ചുറ്റുകളുടെ എണ്ണ അല്ലേ വേണ്ടത്. ഇപ്പോൾ ഇവിടെ S അല്ലേ വന്നത് മുകൾ ഭാഗത്ത്. അപ്പോൾ നമ്മൾ ഇവിടെയും S തന്നെ മുകളിൽ എഴുതുന്നു. NS ബൈ NP എഴുതുന്നു. എഴുതാലോ? ഒപ്പം എഴുതാലോ? ഇനി എന്ത് ചെയ്യണം? VS അല്ലേ വേണ്ടത്. ഇപ്പോൾ VS വേണ്ടത് കൊണ്ട് VS നമ്മളിവിടെ മുകൾ ഭാഗത്ത് നിർത്തി. VS ഈക്വൽ ടു എന്ത് എഴുതാം? VP ബൈ VP എന്നുള്ളത് അപ്പുറത്തെ സൈഡിലേക്ക് പോകണം അല്ലേ. ബൈ VP എന്നുള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? ഇൻറ്റു VP എന്നാവും. അതായത് അവിടെ ഉള്ള കാര്യങ്ങൾ അവിടെ തന്നെ എഴുതണ്ടേ. അപ്പോൾ ആദ്യം തന്നെ അവിടെ ഉള്ളത് എഴുതാം. NS ഇൻറ്റു ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന VP എഴുതാം. VP ബൈ എന്താണ്? NP എന്ന് എഴുതാം. NP ആണ് കേട്ടോ. NP ആണ്. NP ഈക്വൽ ടു NS എത്രയുണ്ട് നോക്കൂ. നമുക്ക് വാല്യൂസ് കൊടുത്താൽ മതി അല്ലേ. ഈ കാണുന്ന വാല്യൂസ്, ഇവിടെ കാണുന്ന വാല്യൂസ് ഉണ്ടല്ലോ, ഈ വാല്യൂസ് ഇതിലേക്ക് എടുത്ത് കൊടുത്താൽ മതി. NS എത്രയുണ്ട്? 80. അങ്ങനെ ഓരോന്നും ഇവിടെ നോക്കിയിട്ട് ഇതിലേക്ക് വാല്യൂസ് അങ്ങോട്ട് കൊടുക്കുക. അപ്പം എന്ത് വരും? NS എത്രയുണ്ട് നോക്കി നോക്കൂ. 80 ഇൻറ്റു VP എത്രയുണ്ട് നോക്കി നോക്കൂ. VP
240 ബൈ എൻ പി എത്രയുണ്ട്? എൻ പി 800 ഉണ്ട്. 800 ഈക്വൽ ടു എത്ര വരാം? നമുക്ക് ഈ പൂജ്യങ്ങളൊന്നും അങ്ങോട്ട് വെട്ടിക്കളയാം അല്ലേ? പൂജ്യങ്ങളൊക്കെ ഒന്ന് വേണ്ടാന്ന് വെക്കാം. പൂജ്യങ്ങളൊക്കെ നമ്മളിവിടെ ക്യാൻസൽ ചെയ്ത് കളയാണ്. പൂജ്യമൊക്കെ വെട്ടിക്കളഞ്ഞു. ഇനി എന്താ വരാ? ബാക്കി എന്തൊക്കെയുണ്ട് നോക്കി നോക്കൂ. 8 ഇതാണ് ബാക്കിയുള്ളത്. 8 ഇൻറ്റു 24/8 ഇതല്ലേ എവിടെയുള്ളത് ബാക്കി? ഇപ്പൊ നമുക്ക് 8/8 ക്യാൻസൽ ചെയ്യാലോ. വെട്ടിപ്പോയില്ലേ? 8/8 അവിടെ വെട്ടിപ്പോയി. അപ്പൊ എന്താ ആൻസർ വരാ? ഈക്വൽ ടു അപ്പൊ എന്ത് വരും? 24 യൂണിറ്റ് എന്ത് എഴുതണം നോക്കി നോക്കിയേ. വോൾട്ടേജ് അല്ലേ കണ്ടുപിടിക്കണത്. വോൾട്ടേജിന്റെ യൂണിറ്റ് എന്താ? വോൾട്ട്. 24 വോൾട്ട് എന്ന് ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ ഒരു നോട്ട് ബുക്കിൽ ചെയ്ത് ശീലിക്കുക. ടെക്സ്റ്റിൽ കുറേ ചോദ്യങ്ങൾ ഉണ്ടാവും ഇതേപോലെ. അപ്പൊ ഇതുപോലെ ചെയ്ത് ശീലിക്കുക. ട്രാൻസ്ഫോമറിന് ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാനുണ്ട്. കറന്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ സാധ്യതയുള്ള ധാരാളം ട്രാൻസ്ഫോമറിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലായ്പ്പോഴും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ട്രാൻസ്ഫോമർ എന്ന ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട്. അതിനുവേണ്ടി ഇനിയും കൂടുതൽ വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ച ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് ടച്ച് ചെയ്തേക്കണം. പിന്നെ ചാനൽ ഇനിയും കുറേ വീഡിയോസ് ഇതിനെക്കുറിച്ച് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യൂസിനനുസരിച്ചായിരിക്കും ഞാൻ കൂടുതലായിട്ട് വീഡിയോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ചാനൽ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. പിന്നെ കൂടുതൽ വീഡിയോസ് ഇടുന്നത് കാണാൻ വേണ്ടിയിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോൾ ഇത്രയും നേരം എന്നോട് സഹകരിച്ച് ഈ ചാനൽ കണ്ടതിന് ഒരുപാട് താങ്ക്സ്. നന്ദി, നമസ്കാരം.